ലൈഫിൽ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് സമയമാണ്. എല്ലാവരുടെ ലൈഫിലും 24 മണിക്കൂറാണ് ഉള്ളത്. സോ ഈ 24 മണിക്കൂറിൽ സക്സസ് ആവുന്നവരുമുണ്ട്, ലൂസറായി മാറുന്നവരുമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള വിജയികളായ ആൾക്കാരുടെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ഈ 24 മണിക്കൂറിലും അവരുടെ ബ്രെയിൻ പരമാവധി യൂസ് ചെയ്ത് സക്സസിന് വേണ്ടി മുന്നോട്ട് പോകുന്നവരായിരിക്കും. ബാക്കി ഇപ്പൊ ബിൽഗേറ്റ് അതുപോലെയുള്ള നല്ല നല്ല സക്സസ് ആയ ആൾക്കാരുടെ കേസിലും ഈ പറയും പോലെ 24 ഹവറാണുള്ളത്. നമ്മൾ എത്ര നാൾ ജീവിച്ചു? ഇപ്പോൾ ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം ജീവിച്ചു. നിങ്ങൾ ഇതിൽ എന്താണ് അച്ചീവ് ചെയ്തത്? എന്തോരമാണ് ഇനി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളത്? സോ കുറച്ച് പേരുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ ഫ്രണ്ട്സായിട്ട് കളിച്ച് കിടക്കുക, അത് കഴിഞ്ഞ് രാത്രി അല്ലെങ്കിൽ പകലൊക്കെ ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്തതിന് ശേഷം അവരോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആയോ? അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. സോ ഇങ്ങനെ പറയുന്നവരോട് ലജ്ജ മാത്രമേ ഉള്ളൂ. ചിലവരുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലവർ പറയും ലൈഫിൽ സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം ഒന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് ലൈഫിൽ സക്സസ് ആവണമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ അതാണ് ഇതാണെന്നോ ഉള്ള മൈൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കും. സോ അവരൊക്കെ ഒരു ഫാന്റസി വേൾഡിലാണ് എന്ന് വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു റീസൺ ആണ്, ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. സോ അതൊക്കെ വെറും മണ്ടത്തരം എന്നേ പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെലവാക്കിയ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ ഇതെല്ലാം നമ്മൾ വെറുതെ ആ കേസും പറഞ്ഞ് ചെലവാക്കിയിട്ടുള്ളൂ. കാരണം നമുക്ക് സമയം ഒരിക്കലും പോയാൽ തിരിച്ചു കിട്ടാത്ത ഒരു സാധനം മാത്രമാണ്. സോ ഇത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 പിന്നെ